ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ സീരീസ് ഗായ്സ്. അപ്പൊ ഇന്ന് നമ്മളെ മൂന്നാമത്തെ ദിവസമാണ്. അപ്പൊ ഞാനിന്ന് ഒരു സ്ഥലത്താണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിൽ കാണാം ഈ സ്ഥലം എങ്ങനെയുണ്ട്, രസമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഞാൻ ഉമ്മയാണ് വന്നിട്ടുള്ളത്. പാപ്പിയും സുന്നയും ഓരോ പണിക്ക് പോയിട്ടുണ്ട്. നമ്മളെന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാവോ പന്ത് ഇങ്ങനെയാ ഞായില്ലേ നമ്മൾ ആ കോർണറിലേക്കാണ് പോകാൻ നോക്കുന്നത്. നിങ്ങൾ നടക്കുകയാണ്. കുഞ്ഞ തെങ്ങിന്ന് തേങ്ങയൊക്കെ വന്നു. ഇന്നത്തെ കാര്യത്തിൽ ഒരു വലിയ ടോക്സ് ഒന്നും അല്ല, എനിക്കറിയാം. എന്നാലും ഞാൻ കാണിച്ചതേ ഉള്ളൂ. ഇതാണ് ഇവിടുത്തെ മോളോക്ക ചെടി. ഇവിടെ അധികവും കാണപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ഈ മോളോക്ക. ഇതിന്റെ സ്മെല്ല് എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ട സ്മെല്ലാണ്. പക്ഷെ ഈ സാധനം ഭയങ്കര ഒരു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ്. പക്ഷെ ഇതിന്റെ സ്മെല്ല് സഹിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ സാധനം ഇതിന്റെ അറ്റത്തോട്ട് പോയിട്ട് എന്താ കാണാനുള്ളതെന്ന് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മയില്ല, അറിഞ്ഞൂടാ. എന്താ പറയാ, പോയി തന്നെ നോക്കണം. എനിക്ക് ഉമ്മ അതിനറ്റ തന്നെ. യെസ്, എന്നെ പോലെ തന്നെ ഉമ്മയും മറന്നു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, എന്തായാലും പോവല്ലേ. അപ്പൊ നമുക്ക് നോക്കിയിട്ട് വരാം. ആകാശമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു വൈബിളുള്ളൊരു ആകാശം. ആക്ച്വലി ഗുഡ്. നമ്മളൊരു ട്രക്കിംഗ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീലാണ് സത്യത്തിൽ. ബീച്ചിൽ കൂടി നമ്മളിങ്ങനെ നടക്കുമ്പോഴില്ലേ, സത്യം പറഞ്ഞാൽ ആ ഒരു ട്രക്കിങ്ങിന്റെ എഫക്റ്റാണ് നമുക്ക് കാലിലൊക്കെ ഉണ്ടാവുക. ശരിയാണെന്ന് അറിഞ്ഞൂടാ, എൻ്റെ ഒരു തോന്നലാണ്. ചിലപ്പോൾ തെറ്റാം. കാര്യാക്കണ്ട, ആരും കാര്യാക്കണ്ട. സത്യം പറഞ്ഞ ഞാനേതോ വലിയൊരു ഗ്രഹത്തിൽ വന്നെത്തിപ്പെട്ട ഒരു അവസ്ഥയാണ് ഗായ്സ്. നിങ്ങളത് കാണുന്നുണ്ടോ? ഓ ഗായ്സ്, ഇവിടുത്തെ ഈ ഒരു ആകാശം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. നിങ്ങൾക്ക് ഇത് കാണുമ്പോ തന്നെ മനസ്സിലാവും. എന്റെ അല്ലോ, സീന് വൈബാട്ടോ ഇവിടെ. ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ആണ്. ഞാൻ ഇടക്കിടക്ക് അത് പറയും, കാരണം നിങ്ങൾ മറന്നു പോകുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കലാണ് ഗൈസ്, ഓർമ്മിപ്പിക്കൽ. അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ്, അതായത് ലക്ഷദ്വീപിനെ കുറിച്ചും ട്രാവലിനെ കുറിച്ചൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം ഇഷ്ടപ്പെടാണെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ വിട്ടാളിയാ കുഴപ്പമില്ല. നമ്മളിങ്ങനെ ട്രക്കിങ് ചെയ്തോണ്ടിരിക്കുന്നുണ്ടോ? ട്രക്കിംഗ് അല്ല, നടന്നോണ്ടിരിക്കുകയാണ്. ഇടകൊണ്ട് ഇതുക വഴിയുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിഞ്ഞൂടാ. പക്ഷെ അതാറ്റ വഴി. ഇത് ഡ്രസ് കീറുവാ അമ്മേ, കഷ്ടപ്പാട് അമ്മേ. ഇത് ഇപ്പുറം ശ്രദ്ധിച്ചോളെ, കൈ ശ്രദ്ധിച്ചോ. വാവ്, ഈ മരഹരായിനെ. ഇത് നല്ലൊരു നൈസ് മരം. അത് മഞ്ചാടി മരാ. ആ കുരുടിക്ക, യെസ് യെസ്, കുരുടിക്ക മരം. ഈല നളിയോണ്ടിയതാച്ച. ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക്. അവിടെ ആരെ കാണുന്നില്ല, ഞങ്ങൾ രണ്ടും മാത്രമേ ഉള്ളൂ. ഫോണിൽ തന്നെ ആരെ കാണാനല്ലേ. ആ സമയത്ര 6:35 ഗൈസ്. ഐ തിങ്ക് നമ്മളിവിടുന്ന് ബാക്ക് അടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പിന്നെ 6:45 മുക്കാലല്ല 35 അപ്പൊ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കായത് കൊണ്ട് തിരിച്ചു വരുമ്പോ നല്ലോണം ഇരുട്ടാവും. പിന്നെ സീനാവും ഗായ്സ്. സോ അതുകൊണ്ട് നമ്മൾ ഇനിയൊരു ദിവസം വരാന്ന് വിചാരിക്കുന്നു, കുറച്ച് ലേറ്റ് ആയി പോയി ഇറങ്ങുമ്പോ. അപ്പോ എന്തായാലും അതിൽ പോകണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവരുമായിട്ട് ഒരു ദിവസം ഞങ്ങൾ എന്തായാലും വരും. അപ്പോൾ എന്തായാലും ബാങ്കൊക്കെ വിളിക്കാനായിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് നൈസായിട്ട് കോട്ടേഴ്സിലോട്ട് വിട്ടാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതേ ഉള്ളൂ ഇനി ഓപ്ഷൻ. കാരണം വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പരിപാടികൾ നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്തത് കൊണ്ട്
തൽക്കാലത്തേക്ക് അങ്ങനെ ചെയ്യാം. ഓക്കെ, എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ വരുന്നതായിരുന്നു. ഏകദേശം അപ്പൊ നമ്മുടെ കൂടെ ഉള്ള ടീംസ് എത്തിയിട്ടുണ്ട്. ഓല് എന്താ പറയാ തെക്കുംതലക്ക് പോയിട്ട് ഓര് നമ്മളെ വിളിച്ചായിരുന്നു. അപ്പൊ നമ്മൾ ഇന്നലെ തെക്കുംതല പോയതിനെ കൊണ്ട് ഇന്ന് നമ്മൾ വടക്കുംതല ആക്കി. അപ്പൊ ഓര് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഓരോ മീറ്റ് ചെയ്യാം. നമ്മളിതുവരെ എത്തിയിട്ടില്ല, നമ്മളെ വണ്ടി വെച്ച സ്ഥലത്ത് ഇതുവരെ എത്തിയിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുന്നു. യെസ്, അപ്പൊ നമ്മളെ കൂടെയുള്ള ടീംസിനെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളെ ടീംസ് ഒക്കെ എത്തി. ഒരു ഹായ് ചൊല്ലിക്കോ. അപ്പൊ ഇത്ര പെടുപ്പില്ല എങ്ങനെയാ? അപ്പൊ ഇത്ര പെടുപ്പില്ല 2010. നമ്മളെ ചാടിക്കാൻ പോവാണ്. നമ്മൾ അങ്ങോട്ടാണ് ചാടിക്കാൻ. നമ്മളപ്പോൾ ഇവിടെ വന്നിട്ട് ചാടിക്കാം. നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഒരുത്തനെ കണ്ടിട്ടുണ്ട്. ഒരു ഹായ് പറയൂ. വെള്ളിയാഴ്ച പറപ്പിച്ചോളൂ. ഓട് നിങ്ങ തൃത്തിയുള്ള ആൾക്കാർ. ബൈ ബൈ. ഏയ് ഗായ്സ്, നമ്മൾ ഇന്ന് എവിടെയാണുള്ളത്? നമ്മൾ ഇവിടെയാണുള്ളത്. ഇതിന്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, എന്നാലും നല്ല രസമുള്ള സ്ഥലമാണ് ഗൈസ്. ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിയാ? ഇതാണ് നാ ശല്യേട്ട. പക്ഷെ നാക്ക് പേരും എല്ലാം മുടിയില്ല. ഭാഗ്യത്തിന് നമ്മളെ കൂടെ ഒരു ഫ്രണ്ട് ഉള്ളത് വരുമായിരിക്കും. ഫ്രണ്ട് ഉള്ളത് കൊണ്ട് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. സോ നമ്മൾ വെയിലുണ്ട്, എന്നാലും നല്ല രസമുണ്ട്. ചിലപ്പോ ഇതൊരു ഈവനിങ് ടൈം ആകുമ്പോ നല്ല രസമുള്ള സമയമായിരിക്കും. അതിലവര് പോവാ വണ്ടി കൊണ്ട് കയ്യാകണ്ട തുപ്പല് നാവുള്ളത്. പോയിട്ട് ആദ്യം എൻട്രി വരില്ല. പക്ഷെ ശാസ്ത്രം അസർക്ക് വരാനേ. ഓ എല്ലാരും പിടികൊണ്ടല്ല. ആരോ അസർക്ക് ഇത്ര വീരുണ്ടാകാ. ഓ അത് ഹരോണ്ട് ഇതിൽ പ്രത്യേകിച്ച് എന്നല്ല ഹരോണ്ട് എല്ലാം ഇടയ്ക്കും. നമ്മളിപ്പോൾ നടന്നു പോകുന്നത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, ഒരു കുഞ്ഞു ഗേറ്റൊക്കെ പോലെയാണ് ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. പക്ഷെ നല്ലൊരു വൈബാണ് ഗൈസ്. നമ്മുടെ ഇവിടുത്തെ കടലിന്റെ അവസ്ഥ, ഇവിടെ ബീച്ചില്ല, ഫുള്ള് അമ്മ ഉമ്മ പറയുന്നുണ്ട് നമ്മള് 10 കൊല്ലം ഇവിടെ വർക്ക് ചെയ്ത്, ഐ മീൻ ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോഴൊന്നും ആരും ഇതൊന്നും പറഞ്ഞിട്ടില്ല, നമുക്ക് അറിയൂല. ഇപ്പോഴാണ് ഗൈസ് നമ്മളത് കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷെ വൈബാണ്. ഒരു എന്താ പറയാ, വെയിലുണ്ട് എന്നാലും കുഴപ്പമില്ല. നല്ലൊരു ആംബിയൻസ്. എന്നെ എനിക്ക് ചൊല്ലാവളെ ഇതിനെ കുറിച്ച് ഹരോണ്ടോ ഇഷ്ടപ്പെട്ടിറിയോ? എന്നോട് അങ്ങനെ ചോദിക്കല്ലേ. അങ്ങനെയൊന്നും പറഞ്ഞ ശരിയല്ല. നമ്മള് വ്ലോഗ് എടുക്കുമ്പോ അതിന് വൈബിൽ വരണം. എന്നെ എന്താണ് എന്നെ നിങ്ങളിങ്ങനെ നടക്കാണ്.
എടുത്തോണ്ട് ബാക്കെടുത്ത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മനോഹരമായ ബ്രിട്ടീഷുകാർ പണിതെടുത്ത നമ്മുടെ മിനിക്കോയ് ദ്വീപിലുള്ള ലൈറ്റ് ഹൗസിലേക്കാണ്. ആ പോകുന്ന വഴിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേറെ ദ്വീപുകളെക്കാളും കുറച്ചും കൂടി ഈ ഒരു ലൈറ്റ് ഹൗസ് ഇത്രയും വ്യത്യസ്തമായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് മാത്രമല്ലത്, അതങ്ങനെ തന്നെയാണ്. കാരണം ഒരു കുറെ നടക്കാനുണ്ട് ഇതിന്റെ ഉള്ളിലോട്ട്. ബാക്കിയുള്ള ദ്വീപില് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത്രയൊന്നും നടക്കാനില്ല. എന്റെ നാട്ടിൽ നടക്കാനേ ഇല്ല. റോഡിന്റെ നേരെ സൈഡിൽ തന്നെയാണ് ലൈറ്റ് ഹൗസ്. അതുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയില്ല. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് നടക്കണം. പിന്നെ ഇതിന് കളർ ബാക്കിയുള്ള ദ്വീപുകളിലൊക്കെ ഒരു സീബ്ര ലൈൻ പോലെയാണ്. അതായത് ബ്ലാക്ക് വൈറ്റ് ചിലയിടത്ത് വൈറ്റ് റെഡ് ആ ഒരു സീബ്ര ക്രോസ് പോലത്തെ ആ ഒരു ഇതാണുള്ളത്. പക്ഷെ ഇവിടെ നല്ല രസമാണ്. കാരണം ഒരു ഫുൾ ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട് നല്ല വൈബ്. അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടിയാണ്. അതൊക്കെ കുറച്ച് കാട് പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ്. ഇവിടുത്തെ കാട് ഭയങ്കര കാട് തന്നെയാണ്. കാരണം ഭയങ്കര അങ്ങോട്ടേക്ക് നമുക്ക് പ്രകാശം ഒന്നും കാണൂല. അത്രയും എല്ലാവർക്കും കൂടി വരുന്നു. അവിടെ കുറെ ആൾക്കാരുണ്ട് ഓൾറെഡി. ഇപ്പൊ ഏകദേശം സമയം എന്ന് പറയുന്നത് 6:30. അലൗഡ് ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ലേറ്റ് ഓണാക്കാനുള്ള ടൈം ആയോന്ന് എനിക്ക് ഓണായിട്ടില്ല. പക്ഷെ നോക്കി നോക്കാം. അപ്പൊ നമ്മൾ ഇതാരെ ചിരിച്ചുകൊണ്ട് വരുന്നത്? എന്നോടല്ലല്ലോ ചിരിക്കുന്നു. ആരോട് ചിരിച്ചല്ലോ? അപ്പോ ഏകദേശം നമ്മൾ ലൈറ്റ് ഹൗസിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പിന്നെ പണ്ട് ഈ സംഭവങ്ങളൊന്നും ഇവിടെ ഇല്ല. പക്ഷെ ഇപ്പൊ ഇത് വന്നിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ കളിക്കുന്ന പാർക്കും കാര്യങ്ങളും. പക്ഷെ ഒരു നല്ലൊരു വൈബാണ് കേട്ടോ. എന്ന് വെച്ചാല് ഭയങ്കര ക്ലീൻ ആൻഡ് നീറ്റ് സ്ഥലം. നമുക്ക് അവര് വന്നിട്ടില്ല. നമുക്കൊന്ന് വട്ടമൊക്കെ കറങ്ങിട്ട് വരാം. തോന്നി ഗൈസ്, നമ്മളെ കേറ്റാൻ സമ്മതിക്കൂല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും ശശാങ്കനായിരിക്കുന്നു, എല്ലാമായിരിക്കുന്നു. സാരല്ല പോ. ചൂളിട്ട് വേണ്ടത് അത് ചൂളത്താരി ചൂളിട്ട വരും പോലെ. ഓ ഇത് വളർത്തുണ്ടേ. ഓ അത് ഹരായില്ലേ. ചൂളമിട്ടത് കൊണ്ടാണ് ഗൈസ് ഇവിടുത്തെ കോഴികളൊക്കെ പറന്നിട്ടില്ല, നടന്നു വന്നു. നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ്. So many കോളീസ് guys, so many. അമ്മേ നമുക്കങ്ങനെ ലൈറ്റ് ഹൗസ് കയറാൻ പറ്റിയില്ല. നമുക്കതിന്റെ വിഷമത്തോടെ നമ്മൾ വീട്ടിൽ പോവാണ്. നമ്മളിത് പണ്ട് കാലത്തുള്ള കോട്ടേഴ്സ് ആണെന്ന് തോന്നുന്നു. കുറച്ച് ഇടിഞ്ഞ് പഴകിയ വീടുകൾ, കോട്ടേഴ്സുകൾ. ഹേയ് ഗായ്സ്, അപ്പൊ നമ്മൾ ഇവിടുന്ന് ബൈ ബൈ പറയാൻ പോവാണ്. ബൈ ബൈ ഉമ്മ, ബൈ ബൈ. നമുക്ക് ബൈ ബൈ പറയാൻ
ബയ്യേ പിന്നീട് കെത്തി ഗൈസ്. അപ്പൊ നമ്മൾ തരാം. വണ്ടി കടയിലായിരുന്നു. നമ്മൾ വീണ്ടും എത്തി നിജ. ചന്ദ്രനെ കാണുന്നുണ്ടോ? ചന്ദ്രൻ മോദി എന്നാണ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. നമ്മള് കറങ്ങി തിരിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട്. ഞാൻ റെസ്റ്റ് എടുക്കാം. ബൈ ഗായ്സ്. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പൊ ഓക്കെ, ശരി ഗൈസ്, ബൈ ബൈ.